ഭരണഘടനയിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി പ്രസ്താവന അപലപനീയമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണിത്. ഇത് അംഗീകരിക്കാൻ മതനിരപേക്ഷ സമൂഹത്തിന് കഴിയില്ല എന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, RSS മേധാവിയുടെ ഈ ഒരു പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ദേശീയ തലത്തിൽ ഒന്നടങ്കം തന്നെ വരുന്നുണ്ട്. അവരെല്ലാം പ്രധാനമായും പറയുന്നത് ഭരണഘടന തിരുത്തിയെഴുതാനുള്ള ശ്രമമാണ് RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണെന്ന് പറയുന്നത്. ഇതിനെതിരെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് എന്താണ്? അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്ന കാര്യം എന്താണ്? RSS ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടുത്ത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണിത്. ഭരണഘടനയുടെ ആമുഖത്തിൽ കൈവയ്ക്കാൻ ആവശ്യപ്പെടുന്നത് RSSന്റെ സംഘപരിവാറിന്റെ ഒളിച്ചുകടത്തലിനുള്ള ശ്രമമാണ് എന്നും മുഖ്യമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ശ്രമത്തെ മതനിരപേക്ഷ സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, മനുസ്മൃതിയല്ല ഭരണഘടനയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആധാരശില എന്ന് RSS മറക്കരുത് എന്നുള്ള ഒരു ശക്തമായ ഒരു മെസ്സേജും മുഖ്യമന്ത്രി നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ RSSനെ ശക്തമായി വിമർശിക്കുന്നതിനും മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത സംഘടനയാണ് RSS. നിരന്തരം മാപ്പപേക്ഷിക്കുന്ന ഒരു പാരമ്പര്യമാണ് RSSന് ഉള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് RSSന്റെ ഇത്തരത്തിലുള്ള ഒരു നിലപാടിനെതിരെ പ്രതികരണങ്ങൾ ഉയരുന്നത്. കേരളവും മുഖ്യമന്ത്രിയും അതിനെതിരെ ശക്തമായി അപലപിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്. RSSന്റെ നിലപാടിനെതിരെ, RSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെതിരെ കേരളവും ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.